ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് ഇയ്യോബ് പറയുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. എൻ്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു, എൻ്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല. ഇയ്യോബ് അവരോട് പറയുവാൻ കാരണം, ഇയ്യോബിനറിയാം ഇയ്യോബിന്റെ ജീവിതം കണ്ട കർത്താവിനെ. ഇയ്യോബ് ഒന്നാമതായിട്ട് ദൈവത്തോട് തുറന്നു സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായിട്ട് ഇയ്യോബ് ഞാൻ സർവശക്തനോട് സംസാരിക്കാനും ദൈവത്തോട് വാദിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ഇയ്യോബിന്റെ 13-ന്റെ 3-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സർവശക്തനോട് ഞാൻ സംസാരിക്കുവാനും ഭാവിക്കുന്നു, ദൈവത്തോട് വാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇയ്യോബ് ഇത് പറഞ്ഞത്? എന്നെ അറിയുന്ന ലോകത്തിൽ ഒറ്റയാളുള്ളൂ, അതെന്റെ ദൈവം മാത്രമാണ്. നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം, അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും എന്ന് സ്നേഹിതരോട് ഇയ്യോബ് പറയാനിട വന്നു. ഇയ്യോബിനെ ഒത്തിരി കുറ്റപ്പെടുത്തി, ഇയ്യോബിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദുഷിച്ചു പറഞ്ഞു. ഇയ്യോബ് ദൈവത്തോട് മാത്രമേ പരാതി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ൽ നമുക്ക് കാണുന്നു, അവൻ എന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ അവനിൽ ആശ്രയിക്കും. ഈ ഒരു ഉറപ്പാണ് ഇയ്യോബിന്റെ ജീവിതത്തിലുള്ളത്. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനത്തില് 8-ാം അധ്യായത്തില് 38-39 വചനത്തിൽ പൗലോസ് പറയാണ്, ജീവനോ മരണത്തിനോ ഏത് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപെടുത്താൻ കഴിയില്ല. കണ്ടോ, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശരീരം മുഴുവൻ വ്രണം വന്ന് എല്ലാവരും അവനെ മാറ്റി നിർത്തി. കുടുംബത്തിലുള്ളവർ തള്ളിപ്പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ, സ്നേഹിതന്മാരെല്ലാം അവനെ പരിഹസിച്ചപ്പോൾ, അവന് ഈ കർത്താവിന്റെ സ്നേഹം മാത്രം അനുഭവിക്കാനുള്ള ആഗ്രഹമായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇതുപോലെ വലിയ സമ്പന്നനായ മനുഷ്യൻ, ഒന്നുമില്ലാതെ ജോലിക്കാരോ വസ്തുവകകളോ മക്കളെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. എത്ര വലിയ പ്രാർത്ഥനാനുഭവത്തിലാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരു അവസ്ഥയും സാഹചര്യവും വന്നു കഴിയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ഇയ്യോബ് പിടിച്ചു നിന്നത് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. നമ്മളും ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന വലിയ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം? നമ്മൾ മറ്റെങ്ങോട്ടും നോക്കേണ്ട, നമ്മുടെ കർത്താവിലേക്ക് നോക്കിയാൽ മതി. ഇയ്യോബ് ദൈവത്തോട് ചേർന്ന് നിന്നു. പരാതി മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഏറ്റു പറഞ്ഞത്. വേറെ ആരുടെ മുമ്പിൽ ഒരു പരാതി പറഞ്ഞില്ല. അവർ മുട്ടുമടക്കി, ഹൃദയം തുറന്നു, മനസ്സ് തുറന്നു. നമുക്കും പറയാൻ പറ്റാത്ത എത്ര വേദനകളുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വേദനകളോ നമ്മുടെ പ്രശ്നങ്ങളോ വിശ്വസിക്കാത്തവരില്ലേ? നമ്മളെ എത്ര പറഞ്ഞാലും കുറ്റപ്പെടുത്തുന്നവരില്ലേ? നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തം ഭവനത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങളില്ലേ? സ്വന്തം ഭാര്യയും മക്കളും നമ്മളെ അന്യരെ പോലെ കാണുന്നവരില്ലേ? ഇവിടെയാ നമ്മുടെ തകർച്ച, അല്ലെങ്കിൽ നമ്മുടെ വേദന. നമ്മളെ കൊന്നുകളഞ്ഞാലും അത്രയും വിഷമം നമുക്ക് വരില്ല. അതുപോലെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒരിക്കൽ ഈ സത്യം വെളിപ്പെടുത്തി തരും. ഒരിക്കൽ എല്ലാവരുടെ മുമ്പിൽ നമ്മളെ അവിടുന്ന് ഉയർത്തും. നമ്മൾ കൊള്ളരുതാത്തവരും മോശക്കാരും എന്ന് ചിത്രീകരിച്ചവരുടെ മുമ്പിൽ മാനിച്ചു നിർത്തുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഈ വചന സന്ദേശം, ഈ അഭിഷേകം എന്ന വചന സന്ദേശം
യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തോട് ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി ദൈവത്തെ ആശ്രയിക്കണം. 2, ദൈവത്തോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഇടവരണം. 3, ഞാൻ ജീവിക്കുന്നത് എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പ്. ജീവനോ മരണത്തിനോ യാതൊരു അവസ്ഥയ്ക്കോ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുന്നില്ല എന്ന ഉറപ്പോടുകൂടെ നമുക്ക് മുന്നേറാം. കർത്താവ് ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. കർത്താവെ, ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നിന്റെ സാന്നിധ്യം ഇറങ്ങണം. ഒരു വലിയൊരു ദൈവപ്രവൃത്തി കടന്നു വരാൻ ഇടവരണം. മനസ്സിലെ ഭാരദുഃഖങ്ങളെല്ലാം ഇപ്പോൾ യേശു ഏറ്റെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.